നമസ്കാരം, നാട്ടുരാജ്യ ന്യൂസിലേക്ക് സ്വാഗതം. ജൂൺ 2 സ്കൂളുകളെല്ലാം തുറന്ന് പ്രവർത്തനം ആരംഭിച്ചു. സ്കൂൾ കുട്ടികളും സ്കൂൾ വാഹനങ്ങളും ബസ്സുകളിൽ കുട്ടികൾ ഇറങ്ങുകയും കയറുകയും ചെയ്യുന്ന ട്രാഫിക് തിരക്കുകളായിരിക്കും ഇനി ടൗണിൽ. എന്നാൽ തൊടുപുഴ പട്ടണത്തിന്റെ പ്രധാന ജംഗ്ഷനായ PWD ഓഫീസ് ബസ് സ്റ്റോപ്പിന് മുന്നിലെ കാഴ്ചയാണിത്. സാമാന്യ മര്യാദ അനുസരിച്ച് സ്കൂൾ തുറക്കുന്നതിന്റെ പ്രാരംഭ നടപടികൾ എന്ന രീതിയിൽ പ്രധാന ജംഗ്ഷനിലെ എങ്കിലും കുണ്ടും കുഴികളും അടയ്ക്കേണ്ടത് PWD മെയിന്റനൻസ് വർക്ക് ഡിപ്പാർട്ട്മെന്റുകളുടെ ഉത്തരവാദിത്തമായ നിലപാടുകൾ നിരവധി സ്കൂൾ കുട്ടികൾക്കും പൊതുജനങ്ങൾക്കും ഏതു സമയത്തും വലിയൊരു അപകടം വിളിച്ചു വരുത്താവുന്ന രീതിയിലാണ് ഇടുക്കി റോഡ് പ്രധാന ബസ് സ്റ്റോപ്പിന്റെ മുന്നിൽ കാണുന്ന ഈ കാഴ്ച. ഇവിടെ നിന്ന് മുകളിലോട്ട് നോക്കിയാൽ അതിലും വലിയ അപകടമാണ് പതുങ്ങിയിരിക്കുന്നത്. സമീപത്ത് നിൽക്കുന്ന തണൽ മരത്തിന്റെ വലിയ ഉണക്കക്കൊമ്പുകൾ ഒടിഞ്ഞു ചാടി കമ്പുകളിൽ തട്ടി നിൽക്കുന്ന ഈ ഭീകരാന്തരീക്ഷം വലിയൊരു ഗുരുതരാവസ്ഥയാണ് ഈ കാണുന്നത്. ഇവിടെ ആർക്കെങ്കിലും ഈ മരത്തിന്റെ ശിഖരം ഒടിഞ്ഞു ചാടി ഇല്ലെങ്കിൽ വാഹനം ഇടിച്ചു എന്തെങ്കിലും ഒരു അപകടമുണ്ടായാൽ ആരാണ് ഇതിന്റെ പൂർണ്ണ ഉത്തരവാദി എന്ന് ബഹുമാനപ്പെട്ട തൊടുപുഴ മുനിസിപ്പാലിറ്റി അധികാരിയും PWD ഉദ്യോഗസ്ഥരും പറയേണ്ടതാണ്. നൂറുകണക്കിന് വിദ്യാർത്ഥികൾ ഇന്ന് ഈ മരത്തിന്റെ ചുവട്ടിൽ ബസ് കാത്തു നിൽക്കാൻ സ്ഥലമാണ്. അത് ആ ഉണക്കക്കമ്പ് ഇത് കണ്ടോ ചാടി നിൽക്കുകയാണ്, ഇങ്ങോട്ട് ചാടിയിട്ടില്ല, തങ്ങി നിൽക്കുകയാണ്. അതുപോലെ ഇതിൻ്റെ മുകളിലും ഇഷ്ടംപോലെ ഉണക്കക്കമ്പുണ്ടെന്നാണ് പറയണത്. ഇത് അപകടകരമായി നിൽക്കുന്ന റോഡിലേക്കുള്ള മരങ്ങൾ വെട്ടി മാറ്റണം. അത് സർക്കാരിൻ്റെ ഓർഡർ തന്നെ ഇപ്പം നിലനിൽക്കുകയാണ്. ഇത് ബലം കുറഞ്ഞ മരങ്ങൾ നോക്കിയിട്ട് വാഹനങ്ങളിലേക്കും ജനങ്ങളുടെ തലയിലേക്കും ചാടുന്ന ഇത് കമ്പ് മുറിച്ചു മാറ്റിയില്ലെങ്കിൽ വലിയൊരു അപകടമാണ് വരാനിരിക്കുന്നത്. ഇത് PWD നമ്മുടെ ഓഫീസിൻ്റെ തൊട്ട് മുന്നിലുള്ള കാഴ്ചകളാണ്. നാട്ടുരാജ്യ ന്യൂസിന് വേണ്ടി ക്യാമറ ആൻഡ് റിപ്പോർട്ടിംഗ് തൊടുപുഴയിൽ നിന്നും KK വിജയൻ.